എല്ലാവർക്കും സ്വാഗതം. ഓക്കെ, അപ്പോൾ നൈറ്റ് ആവണോ രാവിലെ ആവണോ? ലാഗ് വല്ലാത്ത. ശരി 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 ഇത് നൈറ്റ് ആവുകയാണെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പോൾ എന്തായാലും ഞാൻ നൈറ്റ് സ്കിപ്പ് ചെയ്ത് നിങ്ങൾ അപ്ഡേറ്റ്. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മുടെ നൈറ്റ് ഞാൻ എൻ്റെ ചെയ്തിട്ടുണ്ട്. ഇതിവിടെ നോക്കുമ്പോൾ നല്ല വൈബാണ്, അതുകൊണ്ടാണ് ഞാൻ ഇവിടെ വന്നത്. നല്ല സൂര്യൻ്റെ സൺസെറ്റ് കാണാൻ. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു സ്റ്റാർട്ടർ ബേസ്, ഒരു മൈനിങ് ഏരിയ, ഒരു സ്റ്റോൺ കളക്റ്റീവ് ഏരിയ. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് നമ്മുടെ സ്റ്റാർട്ടർ ബേസിൻ്റെ കാര്യം നോക്കി. ഇവിടെയാണ് നമ്മൾ സ്റ്റാർട്ടർ ബേസ് ഉണ്ടാക്കുന്നത്. ഓക്കെ ഓക്കെ പിന്നെ ഞാൻ പുതിയതായിട്ടൊരു മോഡ് ഇതിനകത്ത് എടുത്തിട്ടുണ്ട്. അതെന്താ വെച്ചാൽ നമ്മൾ ഈ കേവിനകത്ത് അവിടെ ഇരുട്ടുള്ള സ്ഥലത്തൊക്കെ പോകുമ്പോൾ നമുക്ക് ടോർച്ച് ഇല്ലാതെ ബ്രൈറ്റ്നസ് കിട്ടും. അങ്ങനത്തെ ഒരു മോഡ് ഞാൻ എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് മൈൻ ചെയ്യാൻ പോകുമ്പോഴേക്ക് യൂസ്ഫുൾ ആയിരിക്കും. അടുത്ത എപ്പിസോഡിൽ നമുക്ക് മൈൻ ചെയ്യാനാണ് പോകേണ്ടത്. അത് നമ്മൾ മൈനിങ് ഏരിയ ഉണ്ടാക്കിയിട്ട് അടുത്ത എപ്പിസോഡ് മൈൻ ചെയ്യാൻ പോകും. കറക്റ്റായിട്ട് നമ്മൾ മൈൻ ചെയ്യാൻ എന്നാലേക്ക് നമുക്ക് കംപ്ലീറ്റ് അയൺ ആർമർ, ഡയമണ്ട് ആർമറൊക്കെ ആകാൻ പറ്റും. നമുക്ക് ഈ അയൺ ഫാം സെറ്റ് ചെയ്യുന്ന ആർമർ ആകാൻ വേണ്ടി മാത്രമല്ല, ഒരുപാട് യൂസ് ആണ്. നമുക്ക് ബിൽഡിനൊക്കെ ഒരുപാട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഈ അയൺ ഫാം എന്ന് പറയുന്നത്. ഒരുപാട് യൂസ് ഉണ്ട്. അയൺ ബ്ലോക്ക് എടുത്തേക്ക് നമുക്ക് ഓരോ ബിൽഡിങ്ങിൻ്റെ ഫ്ലോറ്, എന്താ പറയുക, വാളൊക്കെ നമുക്ക് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റും. വെള്ളം ഒഴിച്ച് കൊടുത്ത് ഇങ്ങനെ ഇതിങ്ങനെ പൊട്ടിച്ച് തുടങ്ങിയാൽ മതി. എന്തായാലും നമ്മുടെ ഇനി പുതിയ വീട് വരുന്നവരെ നമ്മൾ ഇവിടെ തന്നെ ആയിരിക്കും താമസിക്കാൻ പോകുന്നത്. സ്റ്റാർട്ട് ചെയ്തിട്ടാണ് പുതിയക്ക് നമുക്ക് പതുക്കെ കൊണ്ടുവരണം. മൈനൊക്കെ ആയിട്ട് സെറ്റായിട്ട് പതുക്കെ കൊണ്ടുവരണം. ഞാൻ ഈ സീരീസ് വളരെ പതുക്കെയാണ് കൊണ്ടുപോകാൻ തീരുമാനിച്ചിരിക്കുന്നത്. ചാടിപ്പിടിച്ചൊന്നും കൊണ്ടുപോകാൻ ഞാൻ തീരുമാനിച്ചിട്ടില്ല. പതുക്കെ വളരെ 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 പതുക്കെ കൊണ്ടുപോകാനാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഞാനിവിടെ ആവശ്യമില്ലാത്തൊക്കെ കുടിക്കുന്നുണ്ട്, അപ്പോൾ ഞാൻ തന്നെ ഫില്ല് ചെയ്തോട്ടെ. ഓക്കെ, അപ്പോൾ എന്താ പറയുക, ഒരു 1 മിനിറ്റ് ഗൈസ്. ഓക്കെ ഗൈസ്, ഐ ആം ബാക്ക്. അപ്പം ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യും. ഇവിടെ 1 2 3 ഓക്കെ 4 5 6 നമുക്കൊരു സ്റ്റാർട്ട് ബേസ് ഉണ്ടാക്കേണ്ടത്. ടോർച്ചൊക്കെ നമ്മുടെ കയ്യിലുണ്ട്. സെറ്റാണ് ഈ ടോർച്ചും കാര്യങ്ങളൊക്കെ. ഈ ഒരു ഭാഗം അടച്ചിട്ട് കൂടെ തന്നെ സെറ്റ് ചെയ്യാം. ടോർച്ച് വെച്ചേക്കേ. 1 2 3 4 5 6 7 1 3 4 5 6 7. ഓക്കെ, ഇവിടെ വരണമെങ്കിൽ പിന്നെ ഇങ്ങോട്ട് വരണം. 1 2 3 4 5 6 7. 1 2 3 4 5 6 7. ഓക്കെ, അവിടെ തന്നെ വരണം. കംബാക്ക് ഇങ്ങോട്ട് തന്നെ വരുമല്ലോ. അവിടെ തന്നെ ഇന്നത്തെ സമയം ഇങ്ങോട്ട് തന്നെ വരും. 1 2 3 4 5 6 7. ഓക്കെ, സെറ്റ് 1 2 3 4 5. ഓക്കെ 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 ഷവല് പോയിട്ട് ഷവല് ക്രാഫ്റ്റ് ഷവല് കിട്ടുന്നതിനോട്ട് പറയുന്നത്
ഷവൽ ഉണ്ടാക്കട്ടെ. പുതിയ ഷവൽ ഉണ്ടാക്കണം. ഓക്കെ 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 നമ്മുടെ അനാവശ്യ കാര്യങ്ങളൊക്കെ അതിനകത്തിട്ട് വെച്ചേക്കാം. കോപ്പർ ഇല്ലേ? കോപ്പർ സ്മെൽറ്റ് ചെയ്യണം കഴിയും. അതായത് സാധനം കിട്ടുമോ? അപ്പോൾ ഇനി ഒട്ടുമാണല്ലോ പോയത്. കോപ്പറുള്ളൂ. കോപ്പറിന് ഭയങ്കര ഷോർട്ടേജ് ഉണ്ട്. നമ്മൾ സെറ്റാക്കി പണി കിട്ടും. സെറ്റാവട്ടെ. ഒരെണ്ണം മതിയല്ലോ. ഇത് ഫുള്ള് ഇവിടെ നിന്ന് സെലക്ട് ആയിക്കോട്ടെ. നമുക്കിനി ആവശ്യമില്ല. വെച്ചിട്ട് ഓക്കെ അങ്ങോട്ട് ബാക്കി കണ്ടിന്യൂസ് ഓൺ മൈനിങ് ഗൈസ്. ഇപ്പം മൈൻഡ് ഷവർ കഴിക്കാൻ അറിയില്ല. ഉണ്ടാക്കാം. കുറച്ചും കൂടി ഇപ്പോൾ എനിക്കല്ല അണ്ടർ മീൻസ് അടിഭാഗം കൂടി കുഴിക്കാണ്ട് ഈ ഒരു ഫ്ലോറും കൂടി മാറ്റണം. എന്നാലും സെറ്റപ്പ് ആവുള്ളൂ. ഇവിടെ അടുത്ത മൈൻഡ് ചെയ്യാനാണ്. മൈൻഡ് ചെയ്യാനുള്ള സ്ഥലം നമുക്ക് മാറ്റിയേക്കാം. എല്ലാം നമ്മൾ മൈൻഡ് ചെയ്ത് മാറ്റുന്നുണ്ട് ഇവിടുന്ന്. അപ്പോൾ മൈൻഡ് ചെയ്ത് മാറ്റിയിട്ട് ഇവിടെ നമുക്ക് താഴെയും കൂടി ഒന്ന് കുഴിച്ചിട്ട് നമുക്ക് ക്രാഫ്റ്റ് ചെയ്യാനും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ കൊണ്ടുവെക്കാം. പിന്നെ ഇൻഫിനിറ്റ് വാൾ ഫ്ലവേഴ്സ് നമുക്ക് ഇതിനകത്ത് ഉണ്ടാക്കണം. ഫാമും കാര്യങ്ങളെല്ലാം അവിടെ ഇരിക്കുന്ന സ്ഥലത്ത് തന്നെ മതി. നമുക്ക് ഫാമും കാര്യങ്ങളെല്ലാം അവിടെ നിന്ന് പൊട്ടിച്ച് മാറ്റാം. അപ്പോൾ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വീടുണ്ടാക്കിയിട്ട് ഫാമൊക്കെ നമ്മൾ വീടിൻ്റെ അപ്പുറം ചെയ്യും. ഓരോ എപ്പിസോഡിൽ ഓരോ ടൈം ടേബിൾ ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. പക്ഷേ ഇന്ന് ഈ പറഞ്ഞ സ്റ്റാർട്ടർ കോഴ്സ് മൈനിങ് ഏരിയ, സ്റ്റോൺ കളക്ട് ഏരിയ. നാളെ നമ്മൾ മൈനിങ്ങിന് പോകുമ്പോൾ മൈൻ ചെയ്യാൻ പോയിട്ട് നമ്മൾ അയണോ ഡയമണ്ട് എന്ത് കിട്ടിയാലും നമ്മൾ മൈൻ ചെയ്യുന്നത്. ഫുള്ള് മൈനിങ് ആണ്. അങ്ങനെ പോകുന്നത്. പിന്നെ നമുക്ക് ഈ താഴ്ഭാഗം ഒന്ന് കുഴിക്കണം. അപ്പോൾ നമുക്ക് അതിന് ഷവല് വെച്ചാൽ കുഴിക്കണ്ട. ഷവല് പൊട്ടുവാണെങ്കിൽ നമുക്ക് വേറെ ഉണ്ടാക്കണം. ഇവിടെ നമ്മൾ കുഴിച്ച് ഷവല് പിടിച്ച് നിൽക്കും. ഷവല് പിടിച്ച് നമുക്ക് മൈൻഡാണ്. പിക്കാക്സ് കൂട്ടണം. പിക്കാക്സ് വേറെ ഉണ്ടാക്കണം. അത് പൊട്ടി കഴിഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കാം. പിക്കാക്സ് കുറച്ചും കൂടി ലൈഫുള്ളൂ. പൊട്ടും. വേറെ പിക്കാക്സ് ഉണ്ടാകുന്നത്. പിക്കാക്സ് പിടിച്ചില്ല. പിക്കാക്സ് പൊട്ടും. ഇവിടെ കോളൊക്കെ ഇരിപ്പുണ്ട്. കോളൊക്കെ നമുക്ക് വേണമെങ്കിൽ അറ്റ് ടൈമിന് മൈൻഡ് ചെയ്യും. ഇവിടെ പോയിട്ട് പിക്കാക്സ് പിന്നെ എടുത്തിട്ട് ഇവിടെ വന്നിട്ട് എന്താ പറയുക സ്റ്റിക്ക് ഉണ്ടാക്കണം. സ്റ്റിക്ക് ഉണ്ടാക്കിയിട്ട് പിക്കാക്സ് പുതിയൊരു പിക്കാക്സ് നമുക്ക് സെറ്റ്. ഫുഡ് കഴിച്ചേക്കില്ല. ഫുഡിൽ നോക്കണം. പ്രശ്നമാണ്. നൈറ്റ് ആവുന്നതെന്ന് തോന്നുന്നു. അല്ലേ നൈറ്റ് ആവുന്നുണ്ട്. അതിന് ഫുള്ളോട് മൈൻഡ് ചെയ്തിടാം. നമുക്ക് പറഞ്ഞിട്ട് ബാക്കി പണി ചെയ്യാം. കാരണം നൈറ്റ് ചെയ്തില്ലെങ്കിൽ സീൻ എന്തിനാ വെറുതെ റിസ്ക് എടുക്കുന്നത്. ഓക്കെ ഇവിടെ ഫുള്ള് കുഴിച്ചിട്ടിട്ടുണ്ട്. ഇനി പോയിട്ട് കാര്യങ്ങളൊക്കെ സെറ്റാക്കാം. എക്സ്പോർട്ട് കിടന്നുറങ്ങാൻ കഴിയും. ഓൾവേസ്
എനിക്ക് ഇന്നത്തെ വീഡിയോ കുറച്ച് ലോങ് ആയിരിക്കും ഗൈസ്, കാരണം കുറേ പരിപാടികൾ നമുക്കിവിടെ ചെയ്യാനുണ്ട്. അങ്ങനത്തെ വിഷയമുണ്ട് ഗൈസ്. അപ്പോൾ ഇനി ആ പരിപാടി ഇവിടെ കഴിഞ്ഞു. ഇനിയിപ്പോൾ നമുക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ നമുക്ക് സ്റ്റേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണം. അപ്പോൾ അങ്ങോട്ട് സ്റ്റേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാം. സ്റ്റേഴ്സ് 90 സംതിങ് സ്റ്റേഴ്സ് ഉണ്ടാക്കാൻ പറ്റും. അങ്ങോട്ട് ഒരു 30 സ്റ്റേഴ്സ് 40 സ്റ്റേഴ്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. എല്ലാം കൂടി 40 സ്റ്റേഴ്സ് നമ്മളെല്ലാം കൂടി ഉണ്ടാക്കിയിട്ടുണ്ട്. 40 എണ്ണം കൊണ്ടുവന്നിട്ട് ഇവിടെ ഇങ്ങനെ നിരത്തി അങ്ങ് വെച്ചാൽ മതി. കോളിൻ്റെ ആവശ്യമൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ എടുക്കാം. സെറ്റായിട്ട് കോൾ പിടിക്കുന്നുണ്ട്. ചുരം കൂടെ നമുക്കിങ്ങനെ എന്താ പറയുക, ഒരു സ്റ്റെയർ വെച്ച് തന്നെ സെറ്റാക്കി വെക്കാം. ഓക്കെ ഓക്കെ ഇനിയിപ്പോൾ നമ്മുടെ അടുത്ത പ്ലാൻ എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു ചെസ്റ്റ് ഉണ്ടാക്കണം. നമുക്ക് ഒരു ചെസ്റ്റ് ഉണ്ടാക്കിയിട്ട് ആ ചെസ്റ്റിലോട്ട് നമ്മൾ ഈ സാധനങ്ങളൊക്കെ കൊണ്ടുവെക്കണം. അതാണ് ചെസ്റ്റ് ഇവിടെ ഉണ്ടാക്കിയിട്ട് ക്രാഫ്റ്റിനുള്ള ഫർണേസ് ചെസ്റ്റ് ഇവിടെ വരുമെങ്കിൽ ഇതിലോട്ട് നമ്മൾ കയ്യിൽ ഇരിക്കുന്ന സാധനങ്ങളൊക്കെ എടുത്തിട്ടേക്കാം. ആവശ്യമുള്ള സാധനങ്ങളൊക്കെ നമുക്ക് എടുത്തിട്ടേക്കാം. ഇവിടെ നമുക്ക് എന്തായാലും നോക്കാം ബെഡ്. പോയിട്ട് നമ്മൾ മറ്റേ കളക്ഷൻ ചെയ്യാം. വേറെ കാര്യം മറന്ന് സീനകത്തുണ്ട് കോപ്പർ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞാൻ വാലബിൾസിൻ്റെ കാര്യം മറന്ന്. അപ്പോൾ ഇതെടുത്ത് നമ്മുടെ വാലബിൾസിനകത്ത് അങ്ങ് വെച്ചേക്കാം, എന്നാലേ കാര്യങ്ങളും സെറ്റ് ആവുള്ളൂ. ഓക്കെ ഈ പറ്റി നമ്മുടെ ആർമർ ടൂൾസൊക്കെ ഇട്ടാക്കായിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. നമ്മുടെ ആർമർ ടൂൾസൊക്കെ നമുക്ക് ഇതിനകത്ത് തന്നെ വെച്ചേക്കാം, കാരണം ആർമറും ടൂൾസൊക്കെ നമ്മൾ ഈ പെട്ടിക്ക് തന്നെയാണ് വെക്കുന്നത്. അപ്പോൾ ആർമർ ടൂൾസൊക്കെ വെച്ചിട്ട് ബാക്കിയുള്ള സാധനമൊക്കെ നമ്മളൊന്ന് കുട്ടിക്കൊണ്ട് പോകാം. ഫ്ലവർ പൊട്ടാറ്റോ ഇത് 48 ബുക്കൊക്കെ ഉണ്ട്. അതൊക്കെ കൊണ്ടുപോകാം. എല്ലാം കൂടി സ്റ്റോറേജിനകത്ത് തട്ടാം. 33 KB ഉണ്ട്. ഫുഡിനൊരു ഇഷ്യൂ ഉണ്ടാവില്ല നമുക്ക്. ഈ ലെഫ്റ്റ് നമുക്ക് ആവശ്യമുണ്ട്, ഇരിക്കട്ടെ. അത് എന്തായാലും കൂടി ഇതിനകത്ത് നമുക്ക് ആവശ്യമുണ്ട്. നെക്സ്റ്റ് നമ്മുടെ ഈ പെട്ടി പൊട്ടിച്ചിട്ട് ഇത് കൊണ്ടുപോയിട്ട് അവിടെ വാല്യുബിൾസ് ആയിട്ട് മീൻസ് അവിടെ ആർമർ ടൂൾസ് ഒക്കെ ഇടാൻ വെക്കണം. ഇവിടെ നമ്മുടെ ടൂൾസും കാര്യങ്ങളൊക്കെ നമുക്ക് കൊണ്ട് ഇവിടെ വെക്കണം. എന്നിട്ടാണ് നമ്മുടെ ബാക്കി പരിപാടി ചെയ്യേണ്ടത്. അപ്പോൾ ടൂൾസ് വരുമ്പോൾ മാത്രം ഇരുന്നാൽ മതി, ബാക്കി നമുക്ക് ഇതിനകത്ത് വെക്കേണ്ട ആവശ്യം. ഇനി പോയിട്ട് നമ്മുടെ ക്രാഫ്റ്റിംഗ് ടേബിളും കാര്യങ്ങളൊക്കെ നമുക്ക് പൊട്ടിച്ചുകൊണ്ട് വരാം. ഫസ്റ്റ് തന്നെ പോയിട്ട് ക്രാഫ്റ്റിംഗ് ടേബിളും എന്താ പറയുക ഫർണസും പൊട്ടിക്കുക. അത് കഴിഞ്ഞിട്ടാണ് നമുക്ക് ബാക്കി എക്യുപ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ പൊട്ടിക്കേണ്ടത്. അപ്പോൾ നമ്മുടെ ക്രാഫ്റ്റിംഗ് ടേബിളൊക്കെ കൊണ്ട് നമുക്ക് അതിനകത്ത് വെക്കാം. 1 മിനിറ്റ്. അപ്പം ക്രാഫ്റ്റിംഗ് ടേബിൾ ഞാൻ അങ്ങോട്ടൊക്കെയാണോ പോകുന്നത്. ക്രാഫ്റ്റിംഗ് ടേബിൾ ഇവിടെ, ഫർണൈസിനകത്ത് വെക്കാനായിട്ട് ഫ്യൂൽ സെറ്റാക്കാം. സ്റ്റോൺ പിക്കാക്സ് ഇവിടെ അല്ല, സ്റ്റോൺ പിക്കാക്സ് ഇവിടെ ഇരിക്കും. ഓക്കെ ഗൈസ്, സ്റ്റോൺ പിക്കാക്സ് അവിടെ ഇരുന്നിട്ടുണ്ട്. ബാക്കി പരിപാടി ഇതൊക്കെ കൊണ്ട് നമുക്ക് ഇതിനകത്ത് വെക്കണം. വാല്യുബിൾസ് നമ്മുടെ വാല്യുബിൾസ് ഒക്കെ കൊണ്ട് നമുക്ക് അവിടെ തന്നെ വെക്കണം ഗൈസ്. വാല്യുബിൾസ്
ഇതിനോട് ബാക്കിയുള്ള എക്യുപ്മെൻറ്റ്സ് ഒക്കെ കൊണ്ടുപോയി വെക്കണം. ബാക്കിയുള്ളത് ഫസ്റ്റ് നമ്മുടെ സ്റ്റോൺ ഗ്രൈൻഡർ അത് പൊട്ടി. പക്ഷെ അത് പൊട്ടിച്ചപ്പോൾ നമ്മുടെ ക്യാരറ്റ് അവിടെ നിന്ന് ഇളകിപ്പോകും. ബിക്കോസ് ആ ക്യാരറ്റ് അവിടെ വെച്ചിട്ട് ഇതിവിടെ നിന്ന് പൊട്ടിച്ച് ഈ ലെക്റ്റിയാണ് ഇവിടെ നിന്ന് പൊട്ടിച്ച് ഇതിവിടെ നിന്ന് പൊട്ടിച്ച് ഇതിവിടെ നിന്ന് പൊട്ടിച്ചിട്ട് ഈ ബെല്ല് നമുക്ക് വീടിൻ്റെ പുറത്ത് വെക്കാൻ കിട്ടുമ്പോൾ കുഴപ്പമില്ല. ഫസ്റ്റ് തന്നെ ഈ രണ്ട് ലെക്റ്റിനോടെ വെച്ച് 3 ലെക്റ്റിനോടെ വെക്കണം. 3 ലെക്റ്റിനോട് വെച്ചിട്ട് ഇത് വെച്ചിട്ട് ഇതും വെച്ചിട്ട് ഓക്കെ. സെറ്റ്. ഓക്കെ. നെക്സ്റ്റ് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതങ്ങ് എടുക്കണം. ഇത് എല്ലാം പൊട്ടി വരും. അതിനോട് ബെഡ് നമുക്ക് ഇവിടെ നിന്ന് എടുക്കണം. ഫസ്റ്റ് തന്നെ ഇതിൻ്റെ വരുവാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ വീടിൻ്റെ അടുത്ത് കൊണ്ടുപോയിട്ട് ഇങ്ങനെ റൂട്ടിടും. അടുത്തപ്പോൾ ഈ നമുക്ക് നമ്മുടെ ബെഡ് ഇവിടെ വെച്ചിട്ട് ഇവിടെ റീസ്പോൺ പോയിന്റ് സെറ്റ് ചെയ്യണം. ഇനിയിപ്പോൾ പുതിയ നമ്മുടെ ഇതിനൊരു ഡോർ ഉണ്ടാക്കി കൊടുക്കണം. ഡോർ ഉണ്ടാക്കാനായിട്ട് എന്താ പറയുക, ഇതിട്ട് ഡോർ ഉണ്ടാക്കാം. ഡോർ ഉണ്ടാക്കി സ്റ്റാർട്ടർ ബേസിൻ്റെ പരിപാടി കഴിഞ്ഞു. പക്ഷേ ഒരു പരിപാടി കൂടി ഉണ്ട്. നമുക്ക് ഇതിൻ്റെ ചുറ്റും വുഡ് വെച്ച് ഡെക്കറേറ്റ് ചെയ്യണം. നമുക്ക് സ്റ്റാർട്ടർ ബേസ് ഉണ്ടാക്കാനുള്ള വുഡും മഞ്ഞൾ ഉണ്ടാക്കാനുള്ള വുഡും കൂടി ഞാൻ പോയിട്ട് നമുക്ക് പോയിട്ട് കളക്ഷൻ ചെയ്തുകൊണ്ട് വരാമെങ്കിൽ നമുക്ക് നേരെ വുഡ് കളക്ഷൻ ചെയ്യാം. അപ്പോൾ നമ്മളിവിടെ അടുത്തുള്ള ഒരു ഫോറസ്റ്റിലാണ് കളക്ട് ചെയ്തത്. ഞാൻ കളക്ട് ചെയ്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അപ്പോൾ എന്തായാലും ഞാൻ കളക്ട് ചെയ്ത് വന്നിട്ട് നിങ്ങൾ ഇതിനെ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, ഞാൻ വന്നു. എടാ, എനിക്ക് പിന്നെ നിങ്ങളുടെ അടുത്ത് വേറെ കാര്യം ചോദിക്കാനുണ്ട്. നിങ്ങൾ എത്ര പേര് ഞാൻ ആ ബേസ് സെറ്റ് ചെയ്തപ്പോൾ അതിനകത്ത് ലൈറ്റില്ലെന്ന് ശ്രദ്ധിച്ചു? ഞാൻ ആ മോഡ് എടുത്തിട്ടതിന് ശേഷം അതിനകത്ത് ലൈറ്റില്ല. നമുക്കറിയാം അവിടെ മൈൻഡ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് അതിൻ്റെ റിസൾട്ട് അറിയാം. തല വായിക്കാം. നമ്മൾ കൊണ്ടുവന്ന വുഡ് വെച്ചിട്ട് സീൻ വുഡ് വെച്ചിട്ട് നല്ല ഗ്രാൻഡ് ലുക്ക് ആക്കി എടുക്കും. ഗ്രാൻഡ് ലുക്ക് ഇതെടുത്തിട്ട് നമുക്ക് ഇവിടെ വെച്ചിട്ട് ഒരു സ്റ്റാക്ക് കോബിൾസ് എടുത്ത് 2 സ്റ്റാക്കുകൾ അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ഡയറക്റ്റ് പീസ് എടുത്ത് ഇവിടെ വെക്കാം. ഇതിവിടെ വെക്കാം. എന്താ പറയുക, സ്റ്റാർട്ടർ ബേസ് സെറ്റ് ഇനി നമുക്ക് മൈനിങ്ങിലാണ്. മൈനിങ് സെറ്റ് നമുക്ക് ഉറങ്ങിയിട്ട് വേണ്ടി മൈനിങ് സെറ്റാക്കാം. ഉറങ്ങാം കേസ് ഉറങ്ങിയിട്ട് നമുക്ക് മൈനിങ് ഏരിയ സെറ്റാക്കാം. എന്നിട്ട് സ്റ്റോൺ കളക്റ്റീവ് ഏരിയ കൂടി സെറ്റാക്കി കഴിഞ്ഞാൽ നമ്മുടെ ജോലി തീർന്നു. ഇന്നത്തെ വീഡിയോ കൂടെ നമുക്ക് ഈസി ആയിട്ട് വൈൻഡപ്പ് ചെയ്യാം. ഓഗസ്റ്റ് ഞാൻ അടുത്ത് നമുക്ക് ഒരു മൈനിങ് ഏരിയ ഉണ്ടാക്കുമ്പോൾ ഇവിടെ ഉണ്ടാക്കാം. കുഴപ്പമൊന്നുമില്ല. സ്റ്റാർട്ടർ ബേസ് ആകത്തൊരു മൈനിങ് ഏരിയ ഇത് കുഴപ്പമില്ല. മൈനിങ് ഏരിയ കുറച്ച് കൊണ്ടിട്ടാലും കുഴപ്പമൊന്നുമില്ല. 1 2 3 ഓക്കെ 4 1 2 3 4. ഓക്കെ, ഇതൊക്കെ ഒരു പ്ലാൻ ആക്കിയിട്ട് നമ്മുടെ മൈനിങ്ങിൻ്റെ ഒക്കെ ഉണ്ടാക്കുന്ന പ്ലാൻ കിട്ടും. പ്ലാൻ ആക്കണം, ഫെൻസ് ആക്കണം. ഗെസ് വെച്ചിട്ട് പന്ത്രണ്ടെണ്ണം മതി. 1 2 3 4 5 ബാക്കി ഒരെണ്ണം മാത്രം ബാലൻസ്. അതുകൊണ്ട് ജസ്റ്റ് വെച്ചാൽ അടുത്ത് നമുക്ക് മൈനിങ് ഏരിയ കംപ്ലീറ്റ് വർക്ക് തീർക്കണം.
കയറിക്കാനായിട്ട് ഈ ഉള്ളിക്കര നമുക്ക് കുഴിച്ചിടണം. കുഴിച്ചിടുന്ന പരിപാടികൾ നോക്കാം. നമ്മൾ 3 ബ്ലോക്കായിട്ട് കുഴിച്ചിട്ട് ബാക്കി പിന്നെ അതിൻ്റെ അടി ഒറ്റ ബ്ലോക്കായിട്ട് ആക്കുക. അതാണ് നമ്മുടെ ഈ മൈനിങ് ഏരിയയുടെ ഡിസൈൻ. ഞാൻ തന്നെ കണ്ടുപിടിച്ചൊരു മൈനിങ് ഏരിയയുടെ ഡിസൈനാണ്. പിന്നെ ഞാൻ പറഞ്ഞാൽ സൗണ്ട് വരെ നിങ്ങൾക്ക് ഇഷ്യൂ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണം. എന്നാലും എനിക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റില്ല എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ ഓക്കെ ആണോ എന്നൊക്കെ. നമ്മുടെ 3 വരെയായി. നമുക്ക് ഇവിടെ ഒറ്റ 2 കുഴിച്ച് താഴത്തോട്ട് പോകാം. പണി കിട്ടി. അതില്ല, ഇവിടെ നിന്ന് ഇങ്ങനെ കുഴിച്ചിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ കുഴിച്ചിട്ട് ഇവിടെ നമുക്കിങ്ങനെ ഇങ്ങനെ അടിയിലോട്ട് പോകാം. ഓക്കെ, ഇങ്ങനെ നമുക്ക് അടിയിലോട്ട് പോകാം. അപ്പോൾ നമ്മുടെ മൈനിങ് ഏരിയ ഇവിടെ സെറ്റായിട്ടുണ്ട്. അടുത്ത നമ്മുടെ സ്ട്രോങ് ഏരിയ ഈസി ആയിട്ട് നമുക്കുണ്ടാകും. ഞാൻ ഇവിടെ ഉണ്ടായി കാണിച്ചു തരാം. സ്ട്രോങ് ഏരിയ ഇങ്ങനെ കുറിച്ചിട്ടാണ് നമുക്ക് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ സ്ട്രോങ് കാര്യങ്ങളൊക്കെ കളക്ഷൻ ചെയ്തുകൊണ്ട് പോകുന്നത്. ആ ഒരു സംഭവത്തിനാണ് ഈ സ്ട്രോങ് ഏരിയ എന്ന് പറയുന്നത്. സ്ട്രോങ് ഏരിയ ഇത്രേ ഉള്ളൂ. ഇനി നമുക്കിവിടെ വന്ന് സ്റ്റോൺ കാര്യങ്ങൾ കളക്ഷൻ ചെയ്തുകൊണ്ട് പോകാം. പിന്നെ നമുക്ക് ഇവിടുത്തെ ഇതുമായിട്ട് സ്റ്റോണിൻ്റെ കോബിൾ സ്റ്റോൺ ആക്കണം, അത്രേ ഉള്ളൂ. വേറെ കുഴപ്പവും കാര്യങ്ങളൊന്നും ഇതിനകത്തില്ല. ഇവിടെ മേജർ പണികളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് പാത്ത് കണക്ഷൻ ചെയ്യണം. ഞാൻ മറ്റേ ഡിസൈൻ പാത്താക്കാൻ വിചാരിച്ചത് കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ കൂടി ഇത്ര ഒരു സ്പേസ് ഉള്ളതുകൊണ്ട് നമുക്ക് ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് പാത്ത് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ആ ഒരു ഇഷ്യൂ ഉണ്ട് നമുക്ക്. അതുകൊണ്ട് ഇതിങ്ങനെ കൊണ്ടുപോകാൻ ഓക്കെ ഈ രീതിയിൽ കൂടെ കൊണ്ടുപോയേക്കാം. പിന്നെ ഓക്കെ പിന്നെ നമ്മൾ വേറെ കാര്യം പറഞ്ഞു. ഇവിടെ ഇങ്ങോട്ട് താഴത്തൊരു സ്റ്റെയർ വെക്കണം. ആ ഒരു സംഭവം നമ്മൾ മറന്നു. ഒരു സംഭവം നമുക്ക് സ്റ്റെയർ ഇവിടെ ഓക്കെ. ബാക്കി 22 സ്റ്റെയർ മതിയാവും. ഓക്കെ, 22 സ്റ്റെയർ എടുത്തിട്ട് പോയിട്ട് സെറ്റാക്കാം. പരിപാടി സെറ്റാക്കാം. ഓക്കെ 1 2 3 ഇവിടെയൊക്കെ എന്തെങ്കിലും സ്പേസ് ചെയ്യുന്നത് എന്നൊക്കെ എടുക്കൂ. ഓക്കെ. പിന്നെ നമ്മുടെ ബേസിനകത്തൊരു ഇൻഫിനിറ്റ് എന്താ പറയുക വാട്ടർ മീൻസ് ഒരു ഇൻഫിനിറ്റ് വാട്ടർ ഉണ്ടാക്കണം. അത് നമുക്ക് ഉണ്ടാക്കി വെക്കാം. വാട്ടർ എടുക്കാൻ നമുക്ക് അങ്ങോട്ട് പോകണ്ട, ബേസിനകത്ത് തന്നെ കിട്ടും. അപ്പോൾ അത് ഓക്കെ. ഇവിടുത്തെ നമുക്ക് അതുണ്ടാക്കാനായിട്ട് നമുക്ക് 2 3 അടിയിലോട്ടടി വെള്ളമുണ്ട്. ഈ ഭാഗത്തുണ്ടാക്കണം. നമുക്ക് ബേസിൽ ബിൽഡ് അങ്ങനെ പറഞ്ഞല്ലോ. അപ്പോൾ ഒരു വാട്ടർ ഒഴിച്ചിട്ട് ഫാമിന് ഇൻഫിനിറ്റ് ഉണ്ട്. എന്നാലും നമുക്കൊരു ബിൽഡായിട്ട് നമ്മുടെ ബേസിനകത്ത് ആയിക്കോളുകയും ചെയ്യും. ഒരു ഇഞ്ചിലർ വർക്ക് പോലെ നമുക്ക് ആയിക്കോളും. അതിനകത്ത് പോയിട്ട് ഇവിടെ കൂടി ഇനി എത്ര വേണമെങ്കിലും വെള്ളം എടുക്കണം. ഇതിവിടെ വെച്ചിട്ട് അയ്യോ ഓക്കെ. നമ്മൾ പറഞ്ഞ 3 കാര്യങ്ങൾ നമ്മളിവിടെ സെറ്റാക്കിയിട്ടുണ്ട്. ഫാം സെറ്റാക്കി, ഇത് 3 സെറ്റാക്കി. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. നിങ്ങൾക്കെല്ലാം ഇഷ്ടപ്പെടുന്നതായിരിക്കുന്നു. അടുത്ത വീഡിയോ കാണാം. എല്ലാവർക്കും ഗുഡ് ബൈ. അടുത്ത വീഡിയോ നമ്മൾ മൈനിങ് ആണ്. അപ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ.